ജോലിക്കാരെല്ലാം വന്നു തുടങ്ങി. ഒന്നു രണ്ടു പേർ തങ്ങളുടെ പ്രാരാബ്ധങ്ങളുടെ ഭാണ്ഡങ്ങൾ അഴിക്കാൻ തുടങ്ങി. അതിനർത്ഥം താനവർക്ക് ശമ്പളം കൊടുത്തില്ല എന്നതു തന്നെ. ആവണി എല്ലാം മൂളിക്കേട്ടു. എന്തു ചെയ്യും? എണ്ണിപ്പെറുക്കിയാൽ ഒരാൾക്കു തികച്ചും ശമ്പളം കൊടുക്കാനില്ല. എങ്കിലും ആവണി വേഗം തൻ്റെ കൈവശമുള്ള പൈസയെല്ലാം എണ്ണിപ്പെറുക്കി അവർക്ക് കൊടുത്തു. അവളുടെ മനം ആശങ്ക കൊണ്ടു. ഈ ജീവിതം തനിക്കു നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ പറ്റുമോ എന്നത്. തൻ്റെ വീട്ടിൽ ചെന്നാലും സ്വസ്ഥതയില്ല. അനുജനുണ്ടല്ലോ എന്നൊരു സമാധാനം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അന്ന് അവൾ കുറച്ചു താമസിച്ചാണ് വീട്ടിലേക്ക് പോയത്. വേഗം തയ്ച്ചു കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പൂർത്തീകരിച്ചു. പൈസ മിച്ചം തരാനുള്ളവരോടൊക്കെ ചോദിച്ചു വാങ്ങി. ഇത്രയും നേരം കട തുറന്നതുകൊണ്ട് മുത്തു കടയുടെ ഓരം ചേർന്ന് നിന്നിരുന്നു. അവൾ കടയിലുണ്ടെന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും അയാൾ മനസ്സിലാക്കി. മാരിവേൽ വന്നതിനു ശേഷമാണ് അയാൾ ആ സമീപത്തു നിന്നും മാറിപ്പോയത്. ആവണി അതു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുത്തുവിന് തൻ്റെ മേൽ വളരെ ശ്രദ്ധയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പ മുറ്റത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. മറ്റാരെയും അവൾക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. ആവണി ഇളയമ്മ എവിടെയെന്ന് മാരിവേലിനോട് പതിയെ ചോദിച്ചു. അവനെ അറിയില്ലെന്ന് പറഞ്ഞ് അവൾക്ക് അതിശയം വന്നു. അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഇളയമ്മയും ആ വർത്തനും കൂടി ഒരുമിച്ച് വരുന്നത് കണ്ടു. അയാളുടെ കൈകളിൽ അവൾക്കായി ചേലയും കുറച്ചേറെ മുല്ലപ്പൂവുകളും പിന്നെയും എന്തൊക്കെയോ സാധനങ്ങളും ഉണ്ടായിരുന്നു. ആവണി വിസ്മയിച്ചു നിന്നുപോയി.